മനുഷ്യനെ നശിപ്പിക്കുന്ന മഹാവിപത്താണ്. ചെറിയ വിനോദത്തിലൂടെ തുടങ്ങി വലിയ കരമായി മാറുന്ന ലഹരി വലിയ ശാപമായി മാറിയിരിക്കുന്നു. യുവജനങ്ങളാണ് സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി. സംസ്ഥാനത്തെ ലഹരി വിമുക്തമാക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ. കേരളത്തെ ലഹരിയിൽ നിന്ന് രക്ഷിക്കാൻ നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറും കേരള ഗവൺമെന്റും കേരള പോലീസും മറ്റു സുമനസുകളുമുള്ള ഈ പദ്ധതി വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. Now I invite Master Hari as we share his thoughts. MLA MJ Sebastian സാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആൻസി അഗസ്റ്റിൻ, ജനപ്രതിനിധികളെ, ഹെഡ് മാസ്റ്റർ മധു സാർ, മാനേജർ വിശ്വനാഥൻ സാർ, അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയ രക്ഷിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ലഹരി മനുഷ്യനെ നശിപ്പിക്കുന്ന മഹാവിപത്താണ്. ചെറിയ വിനോദത്തിലൂടെ തുടങ്ങി വലിയ കരമായി മാറുന്ന ലഹരി വലിയ ശാപമായി മാറിയിരിക്കുന്നു. മയക്കുമരുന്നിന്റെ ഉപയോഗം മൂലം ബുദ്ധിയും വിവേകവും നഷ്ടപ്പെട്ട മനുഷ്യൻ സ്വയം നശിക്കുന്നതിനോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും നശിപ്പിക്കുന്നു. ഇതിൽ നിന്ന് മാറാൻ നമുക്ക് പല മാർഗങ്ങളും സ്വീകരിക്കാം. ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്നാണ് വായന. നിങ്ങൾ 1 വർഷത്തെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ കൃഷി ചെയ്യുക. 10 വർഷത്തെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ ഒരു വൃക്ഷം നടുക. 1 നൂറ്റാണ്ടാണ് മുന്നിൽ കാണുന്നതെങ്കിൽ കുട്ടികളെ നന്നായി വളർത്തുക. രാഷ്ട്രശില്പി ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണിവ. കുട്ടികൾ നന്നായി വളരണമെങ്കിൽ അവർക്ക് നല്ല വായനാശീലം നൽകണം. ഒരു കുട്ടിയുടെ സമഗ്രമായ വികസനമാണ് വായനയിലൂടെ സാധ്യമാകുന്നത്. വായന വിളക്കാണ്. ആ വിളക്ക് കയ്യിലുണ്ടെങ്കിൽ നാം സമ്പന്നനാണ്. നമ്മെ അടയാളപ്പെടുത്തുന്ന മഹത്തായ ചിഹ്നമാണ് നമ്മിലെ വായനാശീലം. അത് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്താർജിക്കലാണ്. നന്മയുടെ വിളനിലമായി മനുഷ്യനെ മാറ്റുന്ന മഹത്തായ പ്രവർത്തനമാണ് നമ്മിലെ വായനാശീലം. ജീവിതത്തെ പടുത്തുകെട്ടുന്ന, മനുഷ്യനെ വാർത്തെടുക്കുന്ന, സ്വഭാവത്തിന് രൂപം കൊടുക്കുന്ന ആശയങ്ങളെ രൂപപ്പെടുത്തുകയാണ് വായനയിലൂടെ നമുക്ക് വേണ്ടത്. കൂട്ടുകാരെ, നിങ്ങൾക്ക് വെളിച്ചം നൽകാൻ പുസ്തകങ്ങൾക്ക് സാധിക്കും. എല്ലാവരെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും മനുഷ്യരെ പല തട്ടുകളിലാക്കുന്ന കാഴ്ചപ്പാടുകളെ മറികടക്കാനും വായനയിലൂടെ നമുക്ക് സാധിക്കും. ഒരു നല്ല പുസ്തകം ഒരു നല്ല സുഹൃത്തിനെ പോലെയാണ്. അറിവ് നിങ്ങളുടെ ശക്തിയാവട്ടെ, വായന അതിന്റെ താക്കോലാവട്ടെ. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വന്നാൽ വിളയും, വായിക്കാതെ വന്നാൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ വാക്കുകൾ നാം ഓർക്കേണ്ടതാണ്. അക്ഷരം തൊട്ടു തുടങ്ങ നമുക്കൊരേ ആകാശം വീണു കിട്ടാൻ, ഇന്നലെയോളം കണ്ട കിനാവുകൾ ഈ ജന്മം തന്നെ നേടാം. അക്ഷരം തൊട്ടു തുടങ്ങ നമുക്കൊരേ ആകാശം വീണു കിട്ടാൻ, ഇന്നലെയോളം കണ്ട കിനാവുകൾ ഈ ജന്മം തന്നെ നേടാം. വായിക്കാൻ പഠിപ്പിക്കുക മാത്രമല്ല, ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ പടുത്തുകെട്ടുകയും കൂടി ചെയ്തു. തന്റെ ഓട്ടത്തിനിടയിൽ PM പണിക്കർ മലയാളിയുടെ വായനയെ ശക്തിപ്പെടുത്തിയത് ഈ ഗ്രന്ഥശാല പ്രസ്ഥാനവും ഗ്രാമീണ വായനശാലകളുമാണ്. നിർമ്മിത ബുദ്ധിയുടെ ഇക്കാലത്തും പുസ്തകം കയ്യിലെടുക്കുന്നവൻ തുറക്കുന്ന ആകാശത്തിന്റെ അനന്ത സാധ്യതകളിലാണ് നാളെയുടെ താക്കോൽ. വിശക്കുന്ന മനുഷ്യ, പുസ്തകം കയ്യിലെടുക്കൂ. പുത്തനൊരു ആയുധമാണ് നിനക്കത്. ബെർത്തോളിന്റെ ഈ വരികൾ നിങ്ങൾ കേട്ടില്ലേ? പുസ്തകം വായിച്ചാൽ വിശക്കുന്നവന്റെ വയറ് നിറയുമെന്നല്ല, മറിച്ച് എന്തുകൊണ്ടാണ് വിശക്കുന്നതെന്നും അത് മറികടക്കാനുള്ള വഴി എന്തെന്നും പുസ്തകം പഠിപ്പിച്ചു തരുമെന്നാണ് ഇതിന്റെ അർത്ഥം. യുവജനങ്ങളാണ് സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി. സംസ്ഥാനത്തെ ലഹരി വിമുക്തമാക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ. കേരളത്തെ ലഹരിയിൽ നിന്ന് രക്ഷിക്കാൻ നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറും കേരള ഗവൺമെന്റും കേരള പോലീസും മറ്റു സുമനസുകളുമുള്ള ഈ പദ്ധതി വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഉന്നത വിജയം നേടി ഈ വേദിയിൽ എത്തിയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകൾ നേരുന്നു. മനോഹരമായ ഈ പരിപാടി സംഘടിപ്പിച്ച ഈ സ്കൂളിനും PTA പുതിയ
ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. Thank you, Harry, for your wonderful words.